ഹലോ, ലെച്ചൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നതാ ഞങ്ങൾ 9 മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ വണ്ടിയിൽ അമ്മമ്മ ഉണ്ട്, ഞാനും ലാലും. അപ്പോൾ അമ്മമ്മ വളകാപ്പിൻ്റെ അന്ന് വന്നതായിരുന്നു വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് പോകാറുണ്ടപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മമ്മേനെ അവിടെ നാട്ടിൽ ഇറക്കിയിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു. അപ്പോൾ വാഴക്കാടാണ് അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ അവിടെ ഇറക്കി. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡോക്ടർ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ട് സ്കാനിങ് എടുത്തിട്ട് ഒ പിയിൽ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 6:45 ആ ഒരു ടൈമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഏകദേശം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന മുന്നേ സ്കാനിങ്ങിനുള്ളത് ബില്ലാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബില്ലാക്കാൻ അമ്മ വരി നിന്നു. അപ്പോൾ ബില്ലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള അവസ്ഥ ഇന്ന് പിന്നെ ഒരു എന്താ പറയുക, ഞങ്ങൾ അറിയാത്തൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞവരെ അറിഞ്ഞത്. അപ്പോൾ എന്താ ഡോക്ടേഴ്സിൻ്റെ സമരം കൂടിയാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് ഉണ്ടാവോ ഇല്ലയെന്നും കൂടി ഒരു കൺഫേം അല്ലാത്ത നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിൻ്റെ റൂം കയറിയിട്ട് അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്. എന്നാലും തന്നെ ഡോക്ടർ എത്താത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയാണ്. ഇരുന്ന് ഇതാ മനുഷ്യൻ്റെ ക്ഷമ അങ്ങേയറ്റം പോയി നിൽക്കുകയാണ്. എന്താ പറയുക, ഒരു മണിക്കൂർ കണക്കിനിരിക്കല്ലേ. കാരണം രാവിലെ ആ ഒരു 7 മണി 7:30 ആ നേരത്തെ ഉള്ളിലേക്ക് കയറിയതാണ് സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഉച്ചയായിട്ടും ഡോക്ടർ സ്കാനിങ് എടുക്കാൻ എത്തൂല എന്ന് കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അമ്മയും ഞാനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നേരെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ ഫുഡിന് ഓർഡർ കൊടുത്തു. എന്നിട്ട് കൈയൊക്കെ വാഷ് ചെയ്തു. അമ്മ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലാലും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രൈഡ് റൈസ് വാങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സാധനം. അപ്പോൾ 2 പേർക്കുള്ള വാങ്ങിയാൽ മതിയെന്ന് തോന്നുന്നു. കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പകുതി ആയപ്പോൾ തന്നെ എല്ലാവർക്കും വയറ് നിറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ച് മേടിച്ചാൽ മതിയേനോ എന്നുള്ള അവസ്ഥ. പിന്നെ ഞാൻ ഒന്നാമതേ രാവിലെ കഴിച്ച് പോകുന്നതായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങനെ ഇട്ട് കഴിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും വിചാരിച്ച അത്ര പോളിങ് ഉണ്ടായില്ല. എന്താ പറയുക, സാധാരണ കഴിക്കുന്ന പോലെ അത്ര ഫുഡൊന്നും കയറിയില്ല. പിന്നെ വീണ്ടും സ്കാനിങ് റൂമിലേക്ക് പോയി. അവിടുന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 വരെ ഒ പി ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടി വീട്ടിലേക്ക് വിട്ടു. പിന്നെ പോണ വഴിക്ക് തന്നെയാണല്ലോ ഡോക്ടർ വീട് എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ കയറിയിട്ട് ഏകദേശം 4:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോയി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഡോക്ടർ വീടിൻ്റെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ടൈമാകും. അപ്പോൾ ആ ഒരു ഏകദേശം ആ ടൈമിന് തന്നെ ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ പോയി കാണിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് എന്താ റിസൾട്ട് എന്നും കൂടെ ഒന്ന് നോക്കിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു. പോണ വഴിക്കാണെങ്കിൽ അവിടെ ഒരാൾ ഭയങ്കര കത്തിയടിക്കല എന്താ പറയുക, അതുപോലെ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ. കാരണം അമ്മേൻ്റെ നാടല്ലേ, അപ്പോൾ അവിടുത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോയിന് വണ്ടിയിൽ. ഡയലോഗ് അടിച്ചത് അമ്മയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത് അമ്മേന്റെ നാടാ. അപ്പൊ അമ്മേന്റെ നാട്ടിലേക്കാണ് നമ്മൾ എത്തിയത്. അതിന് കാര്യമൊന്നുമില്ല, കുറെ കാലം ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ട് ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വരലൊന്നുമില്ല. പ്രാരാബ്ദായി. അതെ. ഇനിയിപ്പം അമ്മ ഇത്രയും കാലം ഇന്നിന്റെ അനിയത്തിനെ നോക്കി വളർത്തി. ഇനി എന്റെ കുട്ടീനെ നോക്കി വളർത്തും, കൊച്ചുമോനെ നോക്കി വളർത്തും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊച്ചുമോന്റെ മോനും നോക്കി വളർത്തും. അതുവരെയൊക്കെ ജീവനോടുണ്ടായിരുന്നു. അനാഥാലയത്തിൽ കൊണ്ടുവരണോ ഫ്രണ്ട്സ്? ഈ അനാഥാലയത്തില് മുൻകൂറായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നെ. ഈ ബാക്ക് നിൽക്കുന്ന സാധനത്തിന് അവിടെ കൊണ്ടുപോയി കളയാനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെ ഏറ്റെടുക്കാം. ഞാൻ വെറുതെ തരാം, പൈസ ഒന്നും തരണ്ട, വെറുതെ എടുത്തോ. താങ്ക് യു. ഇപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ചായ വാങ്ങി വരികയാണ്. ചായ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് വേണ്ടി പറഞ്ഞാൽ ചായ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ രണ്ടാമതും പറഞ്ഞേച്ച് ഞാൻ ബൂസ്റ്റ് പറഞ്ഞു. അപ്പോൾ ബൂസ്റ്റും പഴംപൊരിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതും കുറച്ച് നേരം കുടിച്ച് അങ്ങനെ ഇരുന്നു. ഏതാത് രാജകുമാരിയാ, രാജ്ഞ?
അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വീട്ടിലെത്തി. നേരെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് വരെ കാത്തിക്കേണ്ടി വന്നു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എന്താ ഏതാന്നൊക്കെ ആലോചിച്ച് ആകെ എല്ലാവരും കിളി പോയിക്കായിരുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ബൈ ഫ്രം പിച്ചൂസ് വ്ലോഗ്.